പ്രദീപ് നെടുമ്പാശ്ശേരിയിൽ വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ യാത്രക്കാരുടെ പ്രതിഷേധം അവസാനിച്ചോ? അവിടുത്തെ ഗൗരവസ്ഥിതി അവരെ ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട 4 വിമാനങ്ങളാണ് ഇനിയും റദ്ദാക്കിയിരിക്കുന്നത്. ഈ 4 വിമാനങ്ങളിലായി ഏതാണ്ട് 1000-ലധികം യാത്രക്കാർ വരും. എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, ഇൻഡിഗോ എന്നീ കമ്പനികളിലെ ഓരോ വിമാനങ്ങൾ വീതമാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ പുറപ്പെടേണ്ട വിമാനങ്ങളാണിവ. മാത്രവുമല്ല മറ്റു പല വിമാനങ്ങളും ഏറെ വൈകിയാണ് പുറപ്പെടുന്നത് മറ്റ് മേഖലകളിലേക്കുള്ളത്. എപ്പോൾ ഈ വ്യോമഗതാഗതം നേരെയാകുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. പക്ഷേ മുൻപ് ദുബായിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ ദുബായ് വിമാനത്താവളത്തിൽ പുറമേ നിന്ന് വരുന്ന വിമാനങ്ങളെ സ്വീകരിക്കുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ഓപ്പറേഷൻസ് സാധ്യമാവുകയില്ല. ഒരു പക്ഷേ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സാധ്യതയാണ് ഇനിയും ശേഷിക്കുന്നത്. യാത്രക്കാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് എയർലൈൻ കമ്പനികൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയ ട്രാൻസിറ്റ് പോയിന്റുകളിലൊന്നാണ് ദുബായ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ട നൂറുകണക്കായ ആൾക്കാരാണ് കൊച്ചിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഉള്ളത്. ഇവർക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾ ലഭിക്കാതാവുന്ന അല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റുകളെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഇതൊക്കെയാണ് യാത്രക്കാരുടെ ഒരു ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ബഹളമുണ്ടാക്കുന്നതിന് അടിസ്ഥാനം. സ്വാഭാവികമാണ് യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് അത്തരം ആശങ്കകൾ ഉണ്ടാകുക. പക്ഷേ അത്യന്തം ഗൗരവതരമായ സാഹചര്യമാണ് UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളത് എന്നത് കൂടി യാത്രക്കാർ മനസ്സിലാക്കും. സ്വാഭാവികമായും വളരെ വേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.